എല്ലാവർക്കും PK ലേണിംഗ്സിന്റെ പുതിയൊരു മലയാളം വൊക്കാബുലറി ഷോർട്ട് വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സമാന പദമാണ്. സമാനപദം തന്നെയാണ് അർത്ഥവ്യത്യാസം എന്നുകൂടി അറിയപ്പെടുന്നത്. പദങ്ങൾ തമ്മിൽ സാമ്യമുണ്ടെങ്കിലും അർത്ഥങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടായിരിക്കും. അപ്പോൾ ഇതുകൊണ്ടാണ് ഇതിനെ സമാനപദം അഥവാ അർത്ഥവ്യത്യാസം എന്നുകൂടി അറിയപ്പെടുന്നത്. ഇന്ന് നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന സമാന പദമാണ് അകവും അഖവും. അകം എന്നാൽ ഉൾവശം എന്നാണ് അർത്ഥം. എന്നാൽ അകം എന്ന പദത്തിലെ ഖരാക്ഷരമായ ക മാറി കവർഗത്തിലെ ഘോഷം വരുമ്പോൾ അഖം എന്നാണ് അത് ഉച്ചരിക്കുന്നത്. ഈ പദത്തിൻ്റെ അർത്ഥം പാപം എന്നാണ്. അപ്പോൾ നമ്മൾ അകവും അഖവും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു. ഇതിനോട് സാമ്യമായി വരുന്ന മറ്റൊരു പദമാണ് അഹം. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പദമാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത സമാന പദമാണ് അംഗവും അംഗവും. അംഗം എന്നാൽ അവയവം എന്നാണ് അർത്ഥം. അംഗം എന്ന പദത്തിലെ മൃദുവായ ഗ മാറി കൂട്ടക്ഷരമായ ഇങ്ക വരുമ്പോൾ അതിനെ അംഗം എന്ന് ഉച്ചരിക്കുന്നു. അതിനർത്ഥം യുദ്ധം എന്നാകുന്നു. അടുത്ത സമാന പദമാണ് അച്ചം അച്ചം. അച്ചം എന്ന പദത്തിനർത്ഥം ഭയം എന്നതാണ്. എന്നാൽ കൂട്ടക്ഷരമായ ഇച്ഛയുടെ ഒപ്പം ച വർഗത്തിലെ അധികരമായ ഇച്ഛ ചേരുമ്പോൾ അച്ചം എന്ന് ഉച്ചരിക്കുന്നു. അതിനർത്ഥം നിർമ്മലം എന്നതായി മാറുന്നു. അടുത്ത സമാന പദമാണ് അംശു അംശുകം. അംശു എന്നാൽ രശ്മി എന്നതാണ് അർത്ഥം. അംശുകം എന്നതിനർത്ഥം വരുന്നത് വസ്ത്രം എന്നതാണ്. അംശു എന്ന പദത്തിന്റെ പര്യായമായി വരുന്ന ഒരു പദമാണ് നൂല് എന്നത്. അംശു കൊണ്ട് നിർമ്മിക്കുന്നതായതുകൊണ്ടാണ് വസ്ത്രത്തിന് അംശുകം എന്നും പറയുന്നത്. അടുത്ത സമാന പദമാണ് അട്ടം ആട്ടം. അട്ടം എന്നാൽ മാളിക എന്നും ആട്ടം എന്നാൽ നൃത്തം എന്നുമാണ് അർത്ഥം വരുന്നത്.